നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്ന ഒരു കർണാടക വിഭവമാണ്. ആപ്പേ സാർ എന്ന് പറയും. ആപ്പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നഡയിൽ മാങ്ങ എന്നാണ് അർത്ഥം. സാറെന്ന് പറഞ്ഞാൽ ഇങ്ങനെ രസം പോലെ തിൻ ഗ്രേവി ആയിട്ടുള്ള, നമ്മൾ ചാറെന്നൊക്കെ പറയുന്ന പോലെ തന്നെ സാർ. അപ്പം ഈ ആപ്പേ സാറ് വയറിനൊക്കെ വളരെ നല്ലതാണ്. നമുക്കിപ്പോൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ടോ അല്ലെങ്കിൽ ഓണസദ്യയിൽ നമുക്ക് രസത്തിന് പകരമൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ വയറിനുമൊക്കെ നല്ല സുഖമുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണമെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് പച്ചമാങ്ങ കഴുകി തുടച്ച് അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് ഇതിൽ ചെറുതായിട്ടൊന്ന് എണ്ണ പുരട്ടി വെച്ചേക്കുന്നതാണിത്. പിന്നെ നമുക്ക് പച്ചമുളക് വേണം 2 എണ്ണം, പിന്നെ ജീരകം ഒരു 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, പിന്നെ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കടുക് വേണം, അതുപോലെ വറ്റൽമുളക് വേണം, ഉഴുന്ന് വേണം, ഇത് കായപ്പൊടി വേണം, പിന്നെ കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര, ഞാൻ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്, പിന്നെ വെള്ളം വേണം. ഇത്രയാണ് നമ്മുടെ ഈ ആപ്പേ സാർ, ഈ പച്ചമാങ്ങ രസം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. തയ്യാറാക്കാനായിട്ട് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി എണ്ണ പുരട്ടി വെച്ചേക്കുന്ന മാങ്ങ നമുക്ക് ഈ സ്റ്റൗവിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സ്റ്റൗ ഒന്ന് ഓണാക്കാം. ഇത് പച്ചമാങ്ങ ആയതുകൊണ്ട് ഇച്ചിരി പൊട്ടലും ചീറ്റലും ഒക്കെ കാണും. നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ചൊക്കെ ചെയ്യാം. നല്ല കറുത്ത് വരണം നമുക്ക്. അപ്പം നമുക്കൊരു സ്മോക്കി ഫ്ലേവറും കിട്ടും. അതുപോലെ തന്നെ നമുക്കിതൊന്ന് ഇതിൻ്റെ അകം വെന്തും കിട്ടും. നമ്മൾ ഒരു സൈഡൊന്ന് കറുത്ത് കഴിയുമ്പം നമുക്ക് മറിച്ചും തിരിച്ചും ഒക്കെ വെച്ച് എല്ലാ സൈഡും ഒരേപോലെ നമുക്ക് കറുപ്പിച്ചെടുക്കണം. കറുപ്പിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ തണുക്കാൻ വെക്കണം. തണുക്കാൻ വെച്ചിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റിയിട്ട് വേണം നമുക്ക് ബാക്കി ചെയ്യാനായിട്ട്. നമ്മുടെ മാങ്ങ മുഴുവനും ഏകദേശം ഇങ്ങനെ കറുത്ത നിറമായിട്ടുണ്ട്. തൊലിയൊക്കെ കരിഞ്ഞ് അകമൊക്കെ വെന്തിട്ടുണ്ടാവും. നമുക്കിനി ഇത് തീ നിർത്തിയിട്ട് നമുക്കൊന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറിയ ശേഷം തൊലി നമുക്കിങ്ങനെ അടർത്തി മാറ്റാൻ പറ്റും. അങ്ങനെ തൊലി കളഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ അകത്തെ പൾപ്പ് എടുത്തു വയ്ക്കാം. നമുക്കിനി സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു 1 ലിറ്റർ വെള്ളം തിളപ്പിക്കാം. നമുക്കിതാ ഒരു പച്ചമുളക്, 2 പച്ചമുളക് വരെ ഇടാം, ഞാൻ 1 എണ്ണം ഇടുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് ഉപ്പ്, ഈ മാങ്ങയുടെ തൊലിയെല്ലാം, കറുത്ത തൊലിയെല്ലാം നമ്മൾ ഇങ്ങനെ പീൽ ചെയ്ത് കളഞ്ഞ് അതിൻ്റെ അകത്തെ പൾപ്പാണ്, മാങ്ങയുടെ ദശയുള്ള ഭാഗമാണിത്. ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ജീരകവും അതുപോലെ തന്നെ പച്ചമുളകും കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ 1 പച്ചമുളക് ചേർത്തിട്ടുള്ളായിരുന്നു, 1 പച്ചമുളക് കൂടി ചേർക്കാം. പച്ചമാങ്ങ നമ്മൾ ചുട്ടതും അതുപോലെ ജീരകവും പച്ചമുളകും ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഈ വെള്ളം ചൂടാക്കാൻ ഇട്ടേക്കുന്ന ഇതിലോട്ട്, വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ കടുക് പൊട്ടിക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്തു. നമുക്കൊരു വറ്റൽമുളകും മുറിച്ച് അതും ഇട്ട് കൊടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് തീ നിർത്താം. നമ്മുടെ തട്ക റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടുക് പൊട്ടിച്ച് നമ്മളിനി നമ്മുടെ പച്ചമാങ്ങ രസത്തിലോട്ട് ഇടാനുള്ള കടുക് പൊട്ടിച്ചത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് നന്നായിട്ട് ചൂടായി. നമ്മളിതിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിലോട്ട് പച്ചമാങ്ങയും അതുപോലെ ജീരകം, പച്ചമുളക്, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചതാണ്, അത് ഇതിലേക്ക് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. എനിക്ക് പഞ്ചസാരയിലും കുറച്ചുകൂടി നല്ല ശർക്കര ആയിരിക്കുമെന്ന് തോന്നി. അപ്പം ഞാൻ ആദ്യം പഞ്ചസാര എടുത്ത് വെച്ചിരുന്നേ. അപ്പം ശർക്കര ചേർത്തു. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മളിനി കടുക് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർക്കാം. ഇത് നമ്മൾ നല്ലെണ്ണ ചൂടായപ്പം കടുക് പൊട്ടിച്ചു, അതുപോലെ ഉഴുന്നുപരിപ്പും പൊട്ടിച്ചു, പിന്നെ നമ്മൾ ഉണക്കമുളക് ചേർത്ത്, വറ്റൽമുളക് ചേർത്തു, പിന്നെ കായപ്പൊടിയും ചേർത്തതാണിത്. ഇത് നമുക്ക് ഈ പച്ചമാങ്ങ രസത്തിലോട്ട് ചേർക്കാം. നമ്മളിന്ന് തയ്യാറാക്കിയത് പച്ചമാങ്ങ രസമാണ്.
ഇത് ആപ്പേ സാറ്. ഞാൻ പറഞ്ഞത് ഒരു കർണാടക ഡിഷാണ്. കന്നഡയിൽ ആപ്പേ എന്ന് വെച്ചാൽ പച്ചമാങ്ങ എന്നാണ്. അപ്പം നമ്മൾ രസത്തിനൊക്കെ പകരം നമുക്കിത് ഈ ഓണസദ്യയിൽ സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ ലാസ്റ്റ് പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചമോരും അല്ലെങ്കിൽ രസവും അല്ലെങ്കിൽ രണ്ടും കൂടിയും സെർവ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് പച്ചമുളകിൻ്റെ എരിവും അതുപോലെ പച്ചമാങ്ങയുടെ ആ ഒരു സ്മോക്കി ടേസ്റ്റും പിന്നെ നമ്മൾ ശർക്കര ചേർത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് പഞ്ചസാരയും ഒക്കെ ചേർത്താൽ നല്ല 2 ടൈപ്പുള്ള മധുരമൊക്കെ കിട്ടും. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തിട്ടുള്ള ലൈറ്റായിട്ടുള്ളൊരു രസമാണ്. തീർച്ചയായിട്ടും ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവും. അതായത് നന്നായിട്ട് ചൂടായി തിളച്ച് തുടങ്ങി. നമുക്കിനി തീ നിർത്താം. നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് പകർത്താം. ഞാനിത് തയ്യാറാക്കിയത് ആപ്പേ സാറ്. അതായത് ഞാൻ പറഞ്ഞൊരു കർണാടക ഡിഷാണ്. ഇത് കന്നഡയിൽ ആപ്പേ എന്ന് വെച്ചാൽ പച്ചമാങ്ങ എന്നാണ് അർത്ഥം. അപ്പം ഇത് വെച്ചിട്ടൊരു പച്ചമാങ്ങ രസം എന്ന് നമുക്ക് പറയാം. വളരെ ടേസ്റ്റിയാണ്. അതായത് ഇതിൻ്റെ ഉള്ള മാങ്ങയുടെ ഒരു നേരിയ ഒരു സ്മോക്കി മാങ്ങയുടെ ഒരു നേരിയ പുളിയും അതുപോലെ ഉപ്പും പിന്നെ നമ്മൾ ശർക്കര ചേർത്തതിൻ്റെ ഒരു മധുരവും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ചെറിയ എരിവും ജീരകത്തിൻ്റെ ടേസ്റ്റും ഒക്കെയുള്ള ഒരു ഇതാണ്. കായപ്പൊടിയൊക്കെ നമ്മൾ ചേർത്ത് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം വളരെ ടേസ്റ്റിയും അതുപോലെ വയറിന് നല്ല സുഖമുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.